ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീട് നിങ്ങൾ കണ്ടതിന് ശേഷം പറയണം ഇതൊരു റിനോവേഷൻ വർക്കാണോ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കൊടുവള്ളി മാന്യപുരത്തുള്ള ഒരു പ്രൊജക്റ്റുമായിട്ടാണ്. നമ്മളെ സുഹൃത്തു കൂടിയായിട്ടുള്ള ബാസിത്ത് കൊടുവള്ളി തന്നെയുള്ള ആർക്കിടെക്ട് എന്ന ഫേം നടത്തിക്കൊണ്ടിരിക്കുന്ന ബാസിത്താണ് ഈ വർക്ക്, ഇതിൻ്റെ ഡിസൈനിങ് അതേപോലെ തന്നെ പ്ലാന് കാര്യങ്ങൾ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഭാഗത്തും കേരളത്തിൽ ഏത് ജില്ലകളിലും വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള നല്ല ഭംഗിയായിട്ട് തന്നെ പ്രൊജക്റ്റുകൾ ഇവരെ ഏറ്റെടുത്ത് ചെയ്യും. ഇവരെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഭംഗിയൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കണ്ടംപററി ബോക്സ് ടൈപ്പിലാണ് ഡിസൈൻ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ക്ലാഡിങ് അതേപോലെ തന്നെ അതിൻ്റെ കളർ തീമൊക്കെ നോക്കുകയാണെങ്കിൽ വൈറ്റ് അതേപോലെ തന്നെ ഡാർക്ക്, ആ ഭാഗത്തൊരു ഇഷ്ടികൻ്റെ ഒരു ക്ലാഡിങ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ക്യൂട്ട് വീട് എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഷോ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈല് കൊടുത്തിട്ടുണ്ട്. ഏകദേശം സ്ക്വയർ ഫീറ്റിന് 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 5.5 മീറ്റർ നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഫുള്ളായിട്ട് ലെപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ ഫ്ലോറിങ്ങിൽ അതേപോലെ തന്നെ സ്റ്റെപ്പിൽ അതിൻ്റെ റൈസർ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മരങ്ങളൊക്കെ ഇവരെ തറവാടിൽ നിന്ന് എടുത്തിട്ടുള്ള മരങ്ങളാണ് ഇവിടെ അധികം യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഓരോന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതായാലും ഇൻറ്റീരിയർ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോവാം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻറ്റീരിയർ കാണാം. അപ്പോൾ നമ്മൾ ഈ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിലാണ് അല്ലേ. അപ്പോൾ സിറ്റ് ഔട്ടിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള സീലിംഗ് ആണ്. സീലിംഗ് ജിപ്സം സീലിംഗ് നൽകിയിട്ടുണ്ട്. അതിൽ ഗ്രൂസ് നൽകി, ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്രൂസാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് സിലിണ്ടർ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ജിപ്സം സീലിങ്ങിന് ആ ഒരു വുഡൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ പെയിൻറ്റിൽ അങ്ങനെ കൊടുത്തതാണ്. ഇങ്ങനെ എടുത്തു പറയേണ്ടത് മെയിൻ ഡോറാണ്. മെയിൻ ഡോറ് സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിലും ഗ്രൂസ് ഒരുപാടായിട്ട് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിലെ പ്ലാവിലും ഇത് മഹാഗണിയിലുമാണ് നൽകിയിട്ടുള്ളത്. നല്ല ലെങ്ത്ത് കൂടിയിട്ടുള്ള ഹാൻഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമലിൻ്റെ വേറെ ലെവൽ തന്നെ പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഉള്ളത്തെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ഫോർമൽ ലിവിങ്ങിലാണ് നിൽക്കുന്നത്. 360 × 353 ഈ റൂമിൻ്റെ സൈസ് വരുന്നത്. ഫ്ലോറിങ്ങിൽ വരികയാണെന്നുണ്ടെങ്കിൽ വിറ്റിഫൈഡ് ടൈലാണ്, കാർവിംഗ് ടൈപ്പ് ടൈലാണ് നൽകിയിട്ടുള്ളത്. 6x4 സൈസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സോഫ കാണാം. സോഫ ഇവർ ഡിസൈൻ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്. കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള ഒരു ടീപ്പോയി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള സീലിംഗ് ആണ്. വളരെ മിനിമലായിട്ട് COB ലൈറ്റ് അതേപോലെ തന്നെ ബോർഡർ മാത്രം ഒരു വുഡൻ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കർട്ടന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റോമൻ കർട്ടനാണ് നൽകിയിട്ടുള്ളത്. വിൻഡോസൊക്കെ പാനൽ ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഫോർമൽ ലിവിങ് വരുന്നത്. സിമ്പിളാണ്. പിന്നെ അതേപോലെ തന്നെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസേജ് കാണാം. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ മെയിൻ ഡോറ് തുറന്നാൽ കാണുന്ന ഒരു വാളാണ്. ഈ വാള് ഫുള്ളായിട്ട് ഇവിടുത്തെ മരം കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഈ പാനലിങ് ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ 99 പേരുള്ള ഒരു സംഭവമാണ് ഹൈലൈറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു വുഡൻ ബോർഡർ വരുന്ന രൂപത്തിലാണ് സീലിംഗ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു വിൻറ്റേജ് ക്ലോക്ക് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ് കഴിഞ്ഞാൽ നേരെ വരുന്ന ഇവിടുത്തെ പ്രെയർ റൂമിൻ്റെ ഒരു ആക്സസ് ആണ്. ഇവിടെ കംപ്ലീറ്റ് 4 സൈഡും വുഡ് പാനൽ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം പ്രെയർ റൂം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാനും ഇതൊരു ഹൈലൈറ്റ് ആയിട്ട് ചെയ്തതാണ്. ഇതാണ് ഫാമിലി സിറ്റിംഗ്. ഫാമിലി സിറ്റിങ്ങിലാണ് സ്റ്റെയറിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെയറിൻ്റെ വീതി ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നാണ് ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ആ ഹാങ്ങിങ് ലൈറ്റും പിന്നെ അതേപോലെ തന്നെ സ്കൈ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു പർഗോള നൽകിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഓപ്പൺ നിഷസ് നൽകിയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൻ്റെ സൈസ് 380 440 വരുന്നത്. ഇത് പക്ഷേ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടാണ്. അതെ, ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ്ങും കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഡിസൈൻ ചെയ്ത സമയത്തും ഈ ഒരു ഏരിയയാണ് ഇവർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 8 പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയുള്ള രൂപത്തിലാണ് ഡൈനിങ് ടേബിളും അതേപോലെ തന്നെ അതിൻ്റെ ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെയർ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വുഡനും
വുഡിലാണ് ചെയ്തിട്ടുള്ളത്. കുഷൻ ടോപ്പായിട്ട് വരുന്ന രൂപത്തിലാണ് ചെയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മാർബിളാണ് ഇവിടെ ടേബിൾ ടോപ്പായിട്ട് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, പിന്നെ ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇത് ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഞാനും എഞ്ചിനീയറാണ്, നിങ്ങളും എഞ്ചിനീയറാണ്, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഒരു സിങ് ഏരിയ നമുക്ക് എവിടെയെങ്കിലും ഇൻക്ലൂഡ് ആക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അക്വേറിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് മുമ്പിലും അതെ അതെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഏരിയ നൽകിയിട്ടുള്ളത്. റൂഫ് ഉണ്ടോ, ഡയറക്റ്റ് മഴ ഇങ്ങനെ ഇവിടെ കിട്ടുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ വിൻഡോസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെ നൽകി. താഴത്തും മുകളിലും ഒരേ രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പുറത്തേക്ക് വരാൻ അതെ അതെ ഇവിടെ ഒരു ചെറിയ വരാന്ത പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ലെപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ആണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റിംഗ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരിക്കാൻ പറ്റും വൈകുന്നേരങ്ങളൊക്കെ. പിന്നെ വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ടേബിളുള്ള ഭാഗം മാത്രം ഒരു മൊറോക്കൻ ഡിസൈനിൽ വരുന്ന ടൈല് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് ആണ് എടുത്തു പറയേണ്ടത്. സീലിങ്ങിൽ പ്ലെയിൻ സീലിംഗ് നൽകിയിട്ട് ഒരു വുഡൻ ബോർഡർ നൽകി. പിന്നെ ഈ ഭാഗത്ത് മാത്രം ഒരു പാസേജാണ്, പാസേജിൻ്റെ ഭാഗത്ത് മാത്രം ഒരു 4 പ്രൊഫൈൽ ലൈറ്റ് ലൈനായിട്ട് വരുന്ന രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ COB ലൈറ്റാണ് കംപ്ലീറ്റ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വാഷ് ബേസിന്, ആ വാഷ് ബേസിനിലേക്ക് കിടക്കുമ്പോൾ ആ പാർട്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഫ്ലോട്ടഡ് ഗ്ലാസോട് കൂടിയിട്ടുള്ള എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ ആർക്കെങ്കിലും പാർട്ടീഷൻ ചെയ്യാൻ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മെറ്റൽ ബോർഡർ ആണ് അല്ലേ. ഓക്കെ, അതിൽ പെയിന്റ് കൊടുത്താണ് അല്ലേ. നമ്മൾ വാഷ് ബേസിന്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതിന്റെ പ്രത്യേകത ഉണ്ട്, പറഞ്ഞു ഡ്രൈ. അതെ, വേസ്റ്റ് പോണ ആ ഭാഗം നോർമലായിട്ട് സെന്റർ ഭാഗത്താണ് കാണാറുള്ളത്. ഇത് ഒറ്റനോട്ടത്തിൽ ഡ്രൈനേജ് ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ്. അതേപോലെ തന്നെ ഇതിന്റെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്ക് വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലാണ് നൽകിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് ആയിട്ട് വന്നിട്ടുള്ളത് ഫുൾ ബോഡി വൈറ്റ് കളറിൽ വരുന്ന ടൈലാണ്. ഇനി നമുക്ക് ഇതിന്റെ കോമൺ ടോയ്ലറ്റ് ആണ് കാണാനുള്ളത്. കോമൺ ടോയ്ലറ്റേക്ക് കിടക്കണ മുന്നേ ഈ ഒരു ഡോറ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി. ഡോറ് പ്രത്യേക ഭംഗിയിലുള്ള ഒരു മറ്റേ സാൻഡ് ബ്ലാസ്റ്റ് ഗ്ലാസോട് കൂടിയിട്ടുള്ള ഒരു ഡോറാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡ്രൈനേജ് ഉണ്ടോ? പിന്നെ ഇതിന്റെ ഓരോ ഡിസൈനും അവരെടുത്ത് പറയും. ഡ്രൈനേജ് ഉണ്ട്, ആ ടൈല് അതിൽ നിൽക്കുന്ന രൂപത്തിലാണ് ആ ഡ്രൈനേജ് വന്നിട്ടുള്ളത്. അതേപോലെ പിന്നെ ഒരു ബ്ലാക്ക് കളറ് തീം ഇവിടെ സെറ്റ് ചെയ്തത്. അതേപോലെ സീലിംഗിൽ എക്സോസ്റ്റ് ഫാൻ, 2 സ്പോട്ട് ലൈറ്റ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ അതേപോലെ തന്നെ ബോർഡറിൽ കൊടുത്തിട്ടുള്ള ആ വുഡൻ കളർ നോക്കുകയാണെങ്കിലും നല്ലൊരു ഭംഗിയിലുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണിച്ചു കൊടുത്താലോ? അതിൽ തന്നെ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡൻ ഡോറാണ്, ഗ്രൂസ് നൽകിയിട്ടുണ്ട്. കയറി 370 × 351 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഫ്ലോറിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈല്, ഒരു വുഡൻ ടൈലാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ കംപ്ലീറ്റ് വുഡിലാണ് ഇവിടെ ഫർണിച്ചേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തത്. അതെ, കംപ്ലീറ്റ് വാർഡ്രോബിലൊക്കെ നമ്മൾ ഗ്ലാസ്. അതെ, അതാണ് ഇതിന് ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നത്. അവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് പിന്നെ കോർണറിലായിട്ട് ഓപ്പൺ ബോക്സ് ആയിട്ട് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈൻ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും വെരി സ്റ്റാൻഡേർഡ്, അങ്ങനെയുള്ള ഒരു പ്രീമിയം ലെവലിലേക്ക്. നമ്മൾ ഹെഡ് ബോർഡിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് ബോർഡിലും ആ ഒരു വുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കുഷൻ നൽകിയിട്ടുണ്ട് ഹെഡ് ബോർഡിൽ. പിന്നെ ഈ ഒരു കോട്ടും കംപ്ലീറ്റ് ആയിട്ട് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മൾട്ടി വുഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലൈവുഡിൽ ചെയ്യുന്ന അതേ ഡിസൈനിൽ തന്നെ വുഡിൽ ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ ഹെഡ് ബോർഡിൻ്റെ ബാക്ക് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് വാൾപേപ്പറാണ് നൽകിയിട്ടുള്ളത്. 2 സൈഡിലായിട്ട് സിംഗിൾ വിൻഡോ നൽകിയിട്ടുണ്ട്. സീലിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും സീലിംഗ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിപ്സം സീലിങ്ങും കോട്ടിൻ്റെ നേരെ മുകളിലേക്ക് പഞ്ച് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് സീലിംഗ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഒരു ഫാന്. ഈ ഫാന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ആ റൂമിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടാണ് ഫാന് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ കൊടുത്തത് കണ്ട കോട്ടിന് നേരെ സെൻട്രലായിട്ടാണ് ഫാന് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇവിടെ ഒരു മിറർ യൂണിറ്റും അതിൻ്റെ ഒരു ഡ്രോയറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂമിന്റെ സീലിംഗ് ആയിട്ട് കണ്ടോ, കുറച്ച് താന്നിട്ടാണ് ഇത് വീട് റിനോവേറ്റ് ചെയ്തതാണ്. നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊന്ന്
കമന്റിൽ വരണം എന്നുള്ളത്. ഇതിന്റെ ബാത്റൂം നോക്കാം. ഇതും ഡ്രൈനേജ് ഒക്കെ നമ്മള് ഒരു അതെ ലോങ് ട്രാപ്പ് ആണ് ഡ്രൈനേജിൽ നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഫ്ലോറിംഗ് ഒക്കെ നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈൻ ഫ്ലോറിംഗിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സംഭവമല്ലേ ബാത്റൂം. അതെ നിശ്ചല ഇതേപോലെ നമുക്ക് കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതെ അത് എപ്പോഴും ചോദിക്കാറുണ്ട് അതെങ്ങനെ ചെയ്യാന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ വാഷ് ബേസിനും അതിന്റെ മിററും നല്ല ഭംഗിയിലുള്ള ഒരു മിറർ യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബെഡ്റൂമിൽ പറയാനുള്ളത്. നമുക്ക് കിച്ചൺ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ബെഡ്റൂം ഉണ്ട്. നമുക്ക് ഒരു ബെഡ്റൂം കണ്ട് ഇനിയൊരു ബെഡ്റൂമും ഒരു കിച്ചണും ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഈ പാസേജിൽ നിന്നാണ് ഒരു ബെഡ്റൂമിലേക്ക് ബെഡ്റൂം കിച്ചൺ. ഇനി വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ള പാനലിങ്. നമുക്ക് കാണില്ല ബെഡ്റൂം നമ്മൾ അവിടെ കണ്ട അതേപോലെ തന്നെയുള്ള ഫ്ലോറിംഗ് ആണ് വന്നിട്ടുള്ളത്. ചെറിയ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെഡ് ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളവിടെ കംപ്ലീറ്റ് വുഡിലായിരുന്നു വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ കുറച്ച്, അതായത് ഹെഡ് ബോർഡ് കട്ടിൽ കാര്യങ്ങളൊക്കെ മാത്രമേ വുഡിൻ്റെ ആ ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളൂ. വുഡും അതേപോലെ തന്നെ കുഷനും വരുന്ന രൂപത്തിലാണ് ഹെഡ് ബോർഡ് വന്നിട്ടുള്ളത്. സൈഡ് ടേബിളും അതേപോലെ തന്നെ വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പേപ്പറും അതേപോലെ തന്നെ ഒരു ചെറിയ പാനലിങ്ങും നൽകിയിട്ടുണ്ട്. ഒരു ഹാഷ് കളറാണ് ഇവിടെ വാളിൽ നൽകിയിട്ടുള്ളത്. പിന്നെ സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള വാർഡ്രോബൊക്കെ ഞാൻ നോക്കിയപ്പോൾ എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ഉള്ളതിനേക്കാളും ഫുള്ളായിട്ട് ഇത് മെഷീൻ പ്രസ്സിങ് ആണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ കർട്ടന് നല്ല ഭംഗിയുള്ള ട്രാക്ക് കർട്ടൻ എന്നുള്ള രൂപത്തിൽ ബ്ലാക്ക് ഔട്ട് ഷിയർ എന്നുള്ള രൂപത്തിൽ ഫുൾ വിൻഡോ ഇല്ല, ഭാഗം വാളാണ്. പക്ഷെ കർട്ടനില് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മിനിമൽ ആയിട്ടാണ് ചെയ്ത്, ഒരു വാൾപേപ്പർ മാത്രമേ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതുണ്ടോ ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള മോഡല്. ഒരുപാട് ഡ്രോവേഴ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ നല്ല സർക്കിളിലുള്ള മിററും അതിൻ്റെ ലൈറ്റും ഈ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പർ തന്നെയാണ് നൽകുന്നത്. ഈ ബാത്റൂം കൂടി എന്താണ് ഇത് കണ്ടോ, സീലിംഗ് ഹൈറ്റ് കുറവാണ്, റിനോവേഷൻ ചെയ്ത്. അതേ നമുക്ക് മനസ്സിലാവും റിനോവേറ്റ് ആണോ എന്നുള്ളത്. ഇതും ബാത്റൂം ജസ്റ്റ് ടൈലൊക്കെ നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ് ബാത്റൂമിൽ കൊടുക്കുന്നത്. ഇത് ഇവിടെ നമ്മള് ബ്ലാക്കിന് പകരം ഫുള്ള് ഗോൾഡൻ ഫിനിഷിലാണ് കൊടുക്കുന്നത്. ഷവറൊക്കെ സീലിംഗ് എന്നുള്ള രൂപത്തിലാണ് ഷവറൊക്കെ നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കിച്ചൺ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് മാത്രമേ കാണിക്കണുള്ളൂ. ആർക്കും ഇപ്പൊ സമയമല്ലല്ലോ കാണാൻ ആർക്കും ടൈം ഉണ്ടാവില്ല. അപ്പൊ മെയിൻ ഹൈലൈറ്റ് കിച്ചൺ കണ്ട, രണ്ട് കിച്ചണാണ് ഭയങ്കരമായിട്ട് ക്യൂട്ട് ഫീൽ. ഞാനിത് കണ്ടപ്പോ സത്യം പറഞ്ഞത് റിനോവേഷൻ ആണെന്നുള്ളത് ഒരു പിടുത്തമില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് കിച്ചന്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ ഒരു ഭംഗി. വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് ഒരു ബോക്സ് നൽകിയിട്ട് അതിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോർ റൂം, ഇതെന്ത് സ്റ്റോർ റൂമാ? യെസ്, തുടക്കത്തിൽ തന്നെ ഒരു സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ മുമ്പുള്ള ഇതൊക്കെ അതേപോലെ തന്നെ ടോയ്ലറ്റ് ഒക്കെ ഫെറോ സിമെന്റിലാണ് ഈ ഇതൊക്കെ നൽകിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഓരോന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏരിയ ഇട്ടിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് കൗണ്ടർ ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒരു ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന സിങ്കാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് ഡോറും അതേപോലെ തന്നെ നോർമലായിട്ട് ഇവിടെ GTPT കാര്യങ്ങളാണ് വരാറുള്ളത്. പക്ഷേ ഇത് പണ്ടത്തെ ആ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് ആ ഫെറോ സിമെൻറ്റ് അതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 കള്ളിൻ്റെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അതിൽ വെനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടനായിട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ വാളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ കണ്ട നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പീസ് മൊറോക്കൻ ഡിസൈനിൽ വരുന്ന ടൈലാണ് വാളിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഫുഡ് കൗണ്ടർ ഉണ്ട്. നല്ല രീതിയിൽ വരുന്ന ഒരു ഫുഡ് കൗണ്ടറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഉണ്ടാക്കിയിരിക്കുക, അവിടെ ഇരിക്കുക. ഒരുപാട് ആൾക്കാർ വന്നാലും വലിയ ടേബിൾ വൈറ്റ് കളറിൽ, അതായത് ക്ലീൻ ആക്കി കൊണ്ടെടുക്കുന്ന ആൾക്കാർക്ക് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ 3 ഹാങ്ങിങ് ലൈറ്റ്. പിന്നെ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് പണ്ടത്തെ എനിക്ക് തോന്നുന്നത് ഇതൊരു കിച്ചണ്, ഇതൊരു വേറൊരു കിച്ചണാണ്. അത് രണ്ടും കൂടി ഒന്നാക്കിയാണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പാനലിങ് നൽകിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ വാളിൽ കൊടുത്തിട്ടുള്ള ടൈല് കണ്ട, ഇത് വേറൊരു ഡിസൈനിൽ വരുന്ന ടൈല് ഒക്കെ ചെറിയ ചെറിയ പീസായിട്ടുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ചിമ്മിണി അതേപോലെ തന്നെ ഹുഡ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാബർ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ അടുപ്പ് അതേപോലെ തന്നെ ഫാബറിൻ്റെ തന്നെ ചിമ്മിണിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോർണറിലായിട്ട് ഒരു സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്, അതിന് ഓപ്പൺ ബോക്സ് നൽകിയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 കള്ളിൻ്റെ വിൻഡോ നൽകിയിട്ട് അതിൽ വെനീഷ്യൻ ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു കാര്യം നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇവിടെ കിച്ചണിൽ സ്പേസ് നമുക്ക് കൂടുതൽ തോന്നാൻ വേണ്ടിയിട്ട് നോർമൽ വാൾ ഇവിടെയാണ്, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഒരു റാക്ക് അടിച്ചിട്ട് അവിടേക്കാണ് അതിൻ്റെ സിങ്ക്, നോർമലി എപ്പോഴും ഉപയോഗിക്കുന്ന സിങ്ക് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അഥവാ ലീക്കേജ് വന്നാലും നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലേ, പുറത്തുനിന്ന് ആയതുകൊണ്ട് ഈസിയാണ്. മെയിനായിട്ട് അതും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്പേഷ്യസും. ഇതിപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ 2 അടി കൂടി ഇങ്ങോട്ട് തള്ളും, അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് സീലിംഗ് നൽകിയിട്ട് ചെറിയ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നേരെ മുകളിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും മുകൾക്ക് പോകുന്നതിൻ്റെ മുന്നേ പറയാനുള്ളത്, ഈ വീടിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മടുക്കൽ വരില്ല കേട്ടോ. ഒരു മടുപ്പ് വരാത്ത രൂപത്തിലുള്ള ഇൻറ്റീരിയറാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെയർ കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റിൽ ഫുള്ളായിട്ട് വുഡൻ സ്റ്റെപ്പായിട്ടാണ് നൽകിയിട്ടുള്ളത്. കുന്നി എന്നുള്ള മരമാണ് അല്ലേ? അതെ. അപ്പോൾ ഹാൻഡ് റെയിലും അതേപോലെ തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ പോളിഷ് റാഡ് GIൻ്റെ റൗണ്ട് പോളിഷ് റാഡ് നൽകിയിട്ടുണ്ട്. ഈ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ടെക്സ്ചർ പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഈ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ ജസ്റ്റ് വിട്ടുപോയിട്ടുണ്ട്, അവിടെ ഒരു അക്വേറിയം നൽകിയിട്ടുണ്ടായിരുന്നു. അക്വേറിയത്തിൻ്റെ ആ ഭാഗത്ത് വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലാഡിങ് പോലുള്ള ഒരു ടൈല് വാളിൽ നൽകിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാളിൽ ഇതേപോലെ ടൈലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഗമ്മ് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും നിങ്ങൾ നല്ല ഗമ്മ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പിന്നെ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, ഇവിടെ സ്റ്റെപ്പ് വന്ന് ഇവിടെ ഒരു ലാൻഡിങ് നൽകി, പിന്നെ ഒരു മൂന്നാമത്തെ ലാൻഡിങ്ങിൽ 2 സ്റ്റെപ്പ് കഴിഞ്ഞ് 3ാമത്തെ ലാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ സിറ്റ് ഔട്ട് കണ്ടില്ലേ, ആ താഴത്തെ സിറ്റ് ഔട്ടിൻ്റെ നേരെ മുകളിൽ, താഴത്തെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2.50 ഹൈറ്റിലാണ് നൽകിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടേക്കാണ് ഇവിടുത്തെ ബാൽക്കണി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വീട്ടുകാരനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ കാരണം, നമ്മൾ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് ബാൽക്കണി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അധികം യൂസ് ചെയ്യൂല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാവരും യൂസ് ചെയ്യും. എന്താ ഇവിടെ ഇരിക്കാൻ ഒരു പ്രത്യേക വൈബ്. അതാണ്, വൈകുന്നേര ടൈമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. അതിന് പറ്റിയ വെസ്റ്റിലേക്കാണത് ഫേസ് ചെയ്തൊക്കെ. അപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കണ മുന്നേ ആദ്യം പറയാനുള്ളത്, കംപ്ലീറ്റ് 2 റൂം ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. പക്ഷേ മുഴുവനായിട്ട് സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് നേരെ 2 സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂമാണുള്ളത്. 2 റൂം ഞാൻ കാണിക്കുന്നില്ല, താഴത്തുള്ള അതേ ഡിസൈൻ തന്നെയാണ് മുകളിലും വന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കും ടൈമില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല, എല്ലാവർക്കും ടൈം കുറവാണ്. ഇനി ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്, നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ്. ഈ ഹാളിന്റെ റൈറ്റ് സൈഡിൽ കട്ടൗട്ട് കൊടുത്തേക്ക്, ലെഫ്റ്റ് സൈഡ് 2 ഭാഗത്ത് കട്ടൗട്ട് വന്നുകൊണ്ട് നടുക്കുള്ള ഒരു പൊസിഷൻ കട്ടൗട്ടും, പിന്നെ അതേപോലെ തന്നെ ഇവിടെ കൊടുത്തുള്ള ഫ്ലോറിങ്ങിന്റെ ഡിസൈനും ഒരേപോലെ തന്നെയാണ്. ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കിയാൽ നമ്മൾ നേരത്തെ അക്വേറിയം, ആ ഊഞ്ഞാല് കാര്യങ്ങൾ ഡൈനിങ്ങിന്റെ ഇവിടുന്ന് കാണാം. 2 ഈക്വലായിട്ട് സിമെട്രി ഉള്ള രൂപത്തിലാണ് 2 സൈഡും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇവർ ഭാവിയിൽ TV യൂണിറ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബോട്ടം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സോഫ വരും. അതെ, ഈ ഒരു ഭാഗം സ്റ്റഡി ഏരിയ ആയിട്ട്, ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി ഏരിയ ആയിട്ട് നല്ല ഭംഗിയിലുള്ള നല്ല ഡിസൈൻ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ ഉണ്ട്. പ്രൊഫൈൽ ലൈറ്റ്, അതേപോലെ തന്നെ 2 സൈഡും ഒരേ സിമെട്രി, ഒരേ രൂപത്തിൽ ഈക്വൽ ആയിട്ടുള്ള ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ പറയാനുള്ളത്, മുകളിൽ കൊടുത്തിട്ടുള്ള സീലിംഗ് ആണ്. സീലിംഗ് നോക്കുകയാണെങ്കിൽ ഹാങ്ങിങ് ലൈറ്റും അതിൻ്റെ ബോർഡറും, പിന്നെ അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള സീലിംഗ്, ഈ സ്റ്റഡി ഏരിയൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള സീലിംഗ് ഒരു ഗ്രൂ വരുന്ന രൂപത്തിലാണ് സീലിംഗ് വന്നിട്ടുള്ളത്. ഇനി വരെ ഓപ്പൺ ടെറസ് കൂടി ഉണ്ട്. ഓപ്പൺ ടെറസ് നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്. ഇവിടാണ് അല്ല റൂം, ഇവിടാണ് 2 റൂമുണ്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ടെറസ്. ഇനി ഇതാണ് ഓപ്പൺ ടെറസ്. ഓപ്പൺ ടെറസ് ഫുള്ളായിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ എന്നുള്ള രൂപത്തിലാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്,
പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എവിടെയും കാണാത്ത രൂപത്തിൽ ഇതാ ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ ഒരുക്കിയിട്ടുണ്ട്. വെൽ പ്ലാൻഡ്, ചെയ്യാത്തൊരു കാര്യം. അതെ അതെ, ഫുള്ളായിട്ട് വെൽ പ്ലാൻഡ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. എന്താ ഇവിടെ ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ട്, അതും വരെ വർക്ക് തന്നെ കേട്ടോ. ഈ വർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് നമുക്ക് വലിയ തന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൗത്ത് പബ്ലിസിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു വർക്ക് കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലതാണ്. ഈ വീട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വീടാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് അബൂബക്കർക്ക. പിന്നെ ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇവരെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാം. BRK എഞ്ചിനീയറിംഗ് വളരെ ഇഷ്ടപ്പെട്ടു. വീട് പണി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവരെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ ആ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പഴയ വീടായിരുന്നു. അപ്പോൾ ഒരു റിനോവേഷൻ അത് പൊളിക്കാതെ എങ്ങനെ നമുക്കിതൊരു ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവരുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. അവർ വേണ്ട രൂപത്തിൽ തന്നെ സൂപ്പർവൈസിങ് ചെയ്തു, ഇൻറ്റീരിയർ ചെയ്തു തന്നു. പിന്നെ വർക്ക് തീരുന്നത് വരെ നമ്മളെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്, വീട് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്ത് സജഷനാണ് കൊടുക്കാനുള്ളത്? ഒരു വീട് പുതുതായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാനുള്ളത്, വീട് പെട്ടെന്ന് താമസം മാറാണ്ട ഒരു അവസ്ഥയിലല്ലെങ്കിൽ അവർക്ക് കുറച്ച് താമസം എടുത്തുകൊണ്ട് പുതിയ മോഡലുകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും കാലഘട്ടത്തിൽ. പുതിയ മോഡല്, അതേപോലെ തന്നെ ക്വാളിറ്റി മെയിനായി സ്പെഷ്യലി ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. ഇപ്പോൾ ചെയ്യാൻ ടൈൽ എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഫർണിച്ചർ, ആക്സസറീസ്, ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ളത് യൂസ് ചെയ്യും. അതെ അതെ അതെ. കൂടുതലും നമ്മൾ ഇതുപോലൊരു എൻജിനീയേഴ്സ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഒരിക്കലും നന്നാവും. നമുക്ക് സ്വന്തമായിട്ട് ഐഡിയകൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് BRK പോലുള്ള കണ്ടിട്ട് വേണം അതെടുക്കാനെന്ന് തീരുമാനം എടുക്കാൻ. അല്ലാതെ സ്വന്തം തീരുമാനം എടുക്കുന്നത് ചിലപ്പോൾ ഫാൾട്ടായി മാറാൻ സാധ്യത കൂടുതലാണ്. അപ്പം നല്ലൊരു അഭിപ്രായമാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് വീടെടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവരെ ഫേമിനെ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ വേണമെങ്കിലും വർക്ക് എടുക്കുന്നുണ്ട്. അവരെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഇതുവരെ